അപ്പോ മാദിയിലെ മുഫ്രദിനെ ജംആക്കാൻ അവസാന അക്ഷരത്തിന് ദമ്മ കൊടുത്ത് അതിനെ നീട്ടണം. മദ്ദക്ഷരമാകുന്ന വാവ് ചേർത്ത് നീട്ടുക. മുളാരി ആണെങ്കിൽ അവസാന അക്ഷരത്തിന് ഓൾറെഡി ദമ്മാണ് ഉണ്ടാവുക, അല്ലെ? അതിനെ ജംആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിനെ ജംആക്കാൻ അതിനോട് ഒരു വാവും ഫത്ഹുള്ള നൂനും ചേർത്ത് കൊടുക്കണം. മുസന്നയാക്കാൻ എന്തായിരുന്നു? മാദിയിലെ മുസന്നയാക്കാൻ അവസാന അക്ഷരത്തെ നീട്ടുക. മാദിയിൽ അവസാന അക്ഷരത്തിന് ഫത്ഹ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന് നീട്ടാൻ അലിഫ് ഉപയോഗിച്ചാൽ മതി. ഖറജ, ഖറജ എന്നാക്കിയാൽ മുസന്നയായി. മുളാരി ആണെങ്കിൽ യഖ്റുജു എന്നതിനെ മുസന്നയാക്കണമെങ്കിൽ അവസാനത്തിൽ അലിഫും കസറുള്ള നൂനും ചേർത്ത് കൊടുക്കണം. യഖ്റുജു എന്ന മുളാരിനെ മുസന്നയാക്കണമെങ്കിൽ യഖ്റുജാനി എന്നാക്കണം. മനസ്സിലായി? അപ്പം മാദിയിലെ മുഫ്രദിനെ മുസന്നയാക്കുന്നത് പഠിച്ചു, ജംആക്കുന്നത് പഠിച്ചു. മുദാരിഇലെ മുഫ്രദിനെ മുസന്നയാക്കാനും പഠിച്ചു, ജംആക്കാനും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 4 പാഠങ്ങളിലൂടെയായി പഠിച്ചത്. ഇനി ഇതിലെ തന്നെ നൂസിലു ബിൽ മുനാസിബ് എന്ന് പറഞ്ഞ് ചെറിയൊരു വർക്ക് തരുന്നുണ്ട്. അത്വാലിബാനി യക്തുബാനി ദർസ, അല്ലെ? അത്വാലിബാനി, 2 വിദ്യാർത്ഥികൾ, 2 പേരാണുള്ളത്. അപ്പം ഇവിടെ ചേർക്കേണ്ട ഫിഇലിന്റെ ഫായില് 2 പേരാണുള്ളത്. അപ്പം നമ്മൾ ഫിഇലിനെ എന്താക്കി കൊടുക്കണം? മുസന്നയാക്കി കൊടുക്കണം. വിദ്യാർത്ഥികൾ യക്തുബാനി, അവർ 2 പേർ എഴുതും, അദ്ദർസ പാഠം എഴുതും. അൽ അബു യഖറഉൽ ജരീദ, അൽ അബു ഉപ്പ, ഉപ്പ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒരാൾ. യഖറഉൽ ജരീദ ഉപ്പ. ഏ ഏ ഇന്നത്തെ പഠനം കഴിഞ്ഞു. നിസ്കാരമായിട്ട് പോയവരാ? യഖറഉൽ ജരീദ, ഉപ്പ പത്രം വായിക്കും. അതായത് ഇവിടെ അബു എന്നുള്ളതിലെ ഇതാണ്, അബു എന്നതാണ് ഫായില്. ഉപ്പ ഒരാളല്ലേ ഉള്ളൂ. അപ്പോ യഖറഉ എന്ന മുദാരിഇനെ മുഫ്രദാക്കി പറഞ്ഞു. നേരത്തെ അത്വാലിബാനി 2 പേരുണ്ടായിരുന്നു. ആ 2 പേരാണ് ഫായിലായിട്ട് വരുന്നത്. എന്തിന്റെ? ഫിഇലിന്റെ. അപ്പൊ യക്തുബാനി എന്ന ഫിഇലിനെ മുസന്നയാക്കി പറഞ്ഞു. ഇനി അൽ മുവവ്വഫൂന, ജോലിക്കാർ. അപ്പൊ ജോലിക്കാർ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, രണ്ടാളല്ല, 2ൽ കൂടുതൽ പേരാ, ഒരുപാട് പേരാ. അപ്പൊ അതിനനുസരിച്ച് അതാണ് ഫായില്. ഫായിലായിട്ട് വരുന്നത് കൊണ്ട് പറയുമ്പോ യർജിഊന മിനൽ മസ്നഇ, അവർ ഫാക്ടറിയിൽ നിന്ന് തിരിച്ചു വരുന്നു, തിരിച്ചു വരും എന്നാ പറഞ്ഞത്. അപ്പൊ യർജിഉ എന്ന് മുഫ്രദാക്കി പറഞ്ഞില്ല, യർജിആനി എന്ന് മുസന്നയാക്കി പറഞ്ഞില്ല. കാരണം ഇവിടെയുള്ള ഫായില് അൽ മുവവ്വഫൂൻ അത് ജംആണ്. അപ്പം യർജിഊന എന്ന് ജംആക്കി പറഞ്ഞു. മനസ്സിലായി എന്ന് കരുതുന്നു. ചില ഉദാഹരണങ്ങൾ, മാദിയായ ഉദാഹരണങ്ങളുടെ പട്ടികയും മുളാരിയായ ഉദാഹരണങ്ങളുടെ പട്ടികയും കൊടുക്കുന്നുണ്ട്. ഖറജ, അതിന്റെ മുസന്ന ഖറജ, ജംഅ ഖറജു. കാന, കാനാ, കാനു. സഅല, സഅലാ, സഅലു. സല്ലമ, സല്ലമാ, സല്ലമു. ഇനി മുളാരി നോക്കാം. യഖ്റുജു, യഖ്റുജാനി, യഖ്റുജൂന. യകൂനു, യകൂനാനി, യകൂനൂന. യസ്അലു, യസ്അലാനി, യസ്അലൂന. പിന്നെ യുസല്ലിമു, യുസല്ലിമാനി, യുസല്ലിമൂന. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് ആക്ടിവിറ്റി തരുന്നത്. നഖ്താറു സ്വഹീഹ വ നക്തുബുഹു, സ്വഹീഹായതിനെ നമ്മൾ എടുത്ത് എഴുതി കൊടുക്കണം എന്നാ പറഞ്ഞത്. ഹാമിദുൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഇഷാൻ, ഇഷാൻ പറഞ്ഞാലേ തീരുമാനമാവുള്ളൂ. ആൺകുട്ടി. എത്ര പേരുണ്ടാവും? അവർ 2 ആൺകുട്ടി. 2 ആട്ടിൻകുട്ടിയാ? ആൺകുട്ടി എത്ര പേരുണ്ടാവും? 2. 2 ആളോ? ഒരു ഒരു കുട്ടിക്ക് ഒരു പേരിട്ടിക്കണെങ്കിൽ ആ പേര് ഒരാളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ലോകത്ത് നിന്നല്ല, ഒന്നുകിൽ ഒരാൾ. ആ വീട്ടിൽ.
ഇപ്പോ ഇഷാൻ മുഹമ്മദ് എന്ന നിന്റെ വീട്ടിൽ ഇഷാൻ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് എത്ര പേരുണ്ട്? ഒന്നര? ഒരാള്. ഒരാൾ തന്നെ ഫുള്ള് ഉണ്ട് അല്ലേ? ഓക്കെ. ആ. എന്നാല് ആ ഫുള്ള് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം. ഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ഹാമിദ് എന്ന പേരുള്ളത് ഒരാളാണ്. അപ്പോ ഹാമിദ് എന്നത് ഫായിലായി വരുമ്പോ അതിനനുസരിച്ച് ഫെയിലിനെ എന്ത് ചെയ്യണം? നമ്മൾ മുഫ്രദാക്കണോ, മുസന്നയാക്കണോ, ജംആക്കണോ? ഇഷാൻ തന്നെ പറഞ്ഞോ. ഇഷാൻ ഉഷാറാണ്, പറഞ്ഞോ. ഒരാളായത് കൊണ്ട് നമ്മൾ ഫിഇലിനെ മുഫ്രദാക്കണമോ, മുസന്നയാക്കണോ, ജംആക്കണോ? മുസന്ന. ഇപ്പൊ ഫുള്ള് രണ്ടുമല കൂടിയത്. ഹാമിദ് എന്ന പേര് തന്നെ രണ്ടാക്കുന്നുണ്ട്, രണ്ടാളുണ്ടാവും. അതുകൊണ്ട് മുസന്നയാക്കണം എന്ന്. ഫസീഹിന് ചിരി ഒതുക്കാൻ. ഫസീഹ് പറ. മുഫ്രദ്. മുഫ്രദ്. വെരി ഗുഡ്. ഫസീഹ് വെറുതെ പറഞ്ഞതാണോ? റാസിൻ, മുഫ്രദാണോ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടേ? ആ, ഓക്കെ. ഹാമിദുൻ കതബ ദർസ. ഹാമിദ് പാഠം എഴുതി. ഇവിടെ ഹാമിദ് എന്നത് ഒരാൾ മാത്രമായത് കൊണ്ട് കതബ എന്ന മാദിയെ മുഫ്രദാക്കി പറഞ്ഞു. അടുത്തത് അത്വാലിബാനി. താലിബാൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? താലിബാൻ പത്രം വായിക്കാറുണ്ടോ? എന്നാൽ ആ താലിബാൻ അല്ല ഇവിടെ പറയുന്നത്. അത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അത്വാലിബാനി. നമ്മുടെ ദാനിഷാണ് അടുത്തത് മൈക്ക് കയ്യിലെടുക്കാൻ പോകുന്നത്. അത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ അല്ലേ? അപ്പോൾ ഈ രണ്ട് വിദ്യാർത്ഥികളാണ് ഇവിടെ ഫായിലായി വരാൻ പോകുന്നത്. അപ്പൊ അതിന് ശേഷമുള്ള ഫിഇലിനെ നമ്മൾ മുസന്നയാക്കണമോ, ജംആക്കണമോ, അതോ മുഫ്രദാക്കിയാൽ മതിയോ? ദാനിഷ് സ്റ്റക്കായോ? ഇത് ഇഷാന്റെ വാക്യാണല്ലോ. രണ്ടു പേരുണ്ട്, താലിബാനാണ്, രണ്ട് വിദ്യാർത്ഥികളാണ്. അപ്പൊ ജംആക്കണോ, മുസന്നയാക്കിയാ പോരാ അല്ലേ? ഒന്ന് ഫ്രീയാ? നഷ്വ പറഞ്ഞേ. മുസന്ന. മുസന്ന. പെൺകുട്ടികളും ഉണ്ട്. മുസന്ന രണ്ടു പേർ എന്ന് പറഞ്ഞാൽ മുസന്ന എന്നല്ലേ? നാളെ നീ നേരത്തെ വാ, നിനക്ക് പ്രത്യേകിച്ച് തരാനുണ്ട്. അല്ലല്ലോ, എവിടെ ശ്രദ്ധിക്കുന്നു? പിന്നെ രണ്ടു പേർ ഫായിലാവാന്ന് പറഞ്ഞാൽ ആ ഫേലിനെ മുസന്നയാക്കണം എന്നല്ലേ? ഒരാളാണെങ്കിൽ മുഫ്രദാക്കണം, രണ്ടു പേരാണെങ്കിൽ മുസന്നയാക്കണം, രണ്ടിൽ കൂടുതൽ പേരാണ് എങ്കിൽ ജംആക്കണം. ഓക്കെ. അപ്പോ അൽ അത്വാലിബാനി ലഇബാ ബിദ്ദുവാമ. രണ്ട് വിദ്യാർത്ഥികൾ ലഇബാ, അവർ രണ്ടു പേരും കളിച്ചു. ബിദ്ദുവാമ, എന്തുകൊണ്ട്? പമ്പരം കൊണ്ട്. പമ്പരം, ദുവാമ. പമ്പരം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ആ, അറിയാം. അദ്ദാരിസൂന, വിദ്യാർത്ഥികൾ. അത് ഒന്നോ രണ്ടോ പേരല്ല, രണ്ടിൽ കൂടുതൽ, ധാരാളം വിദ്യാർത്ഥികൾ. അവർ ഡാഷ് ഇലൽ മദ്രസ, മദ്രസയിലേക്ക് പോയി എന്നാ പറയേണ്ടത്. അപ്പൊ നമുക്ക് പോവുക എന്ന അർത്ഥമുള്ള ദഹബ എന്നതിനെ മുഫ്രദാക്കിയാൽ മതിയോ, മുസന്നയാക്കിയാൽ മതിയോ, ജംആക്കേണ്ടി വരുമോ? മൻഹ മുനീർ പറഞ്ഞേ. ജമാക്കണം. കാരണം ദാരിസൂന എന്നത് എത്ര പേരുണ്ടാവും? കൊറേ പേരുണ്ടാവും. കുറെ രണ്ടിൽ പേരുണ്ടാവും, കൂടുതൽ. രണ്ടിൽ കൂടുതൽ പേരുണ്ടാവും. വെരി ഗുഡ്. ഇങ്ങനെ മറുപടി പറയണം. ഇനി ആ ആൺകുട്ടികളോട് ചോദിക്കുന്നില്ല. ഓക്കെ. അൽ ഉമ്മാലു, എന്നാലും ചോദിച്ചു നോക്കാം. ചിലർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇനി ആ ആൺകുട്ടികളോട് ചോദിക്കുന്നില്ല എന്നപ്പോ ദേഷ്യം പിടിക്കുന്നുണ്ട്. നോക്കട്ടെ. അൽ ഉമ്മാലു, ജോലിക്കാർ. ലേബേഴ്സ്, ലൈബോയ് അല്ല, ജോലിക്കാർ, തൊഴിലാളികൾ അല്ലേ? ഒരുപാട് പേര്. ഡാഷ് ഫിൽ മസ്റ, കൃഷിയിടത്തിൽ, ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ കൃഷിയിടത്തിൽ അവർ പിന്നെ ജോലി ചെയ്യുന്നു എന്ന് പറയണം. അപ്പൊ നമുക്ക് ജംആക്കി പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ മുസന്നയാക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ മുഫ്രദാക്കണോ? ആരാണ്? വേറൊരു ആൺകുട്ടി ആരാ ഉള്ളത്? ഹാദ്യൊക്കെ ഫാനോ അല്ല, എന്താ പറയാ, ക്യാമറ ഓഫാക്കി വെച്ച് പോയിരിക്കാം. ഹാദി പറഞ്ഞേ.
പിന്നെ മർജാൻ. മർജാൻ ഇവിടെ ഉണ്ടോ? എന്നാ പറഞ്ഞോ. വേറെ ആരാ? ഇഷാൻ പറഞ്ഞോ. ഇഷാൻ, ഇവിടെ ജമാക്കണമോ മുഫ്രദാക്കണമോ മുസ്തന്നെ ആക്കണോ? അൽ ഉമ്മാലു. മൈക്ക് ഓണാക്കി പറ ഇഷാൻ. ഒന്നുകൂടി പറയാ. ഇനി പറയില്ല. അൽ വാലിദാനി. അടുത്തത് അടുത്തത് പറയാ. നീ പിന്നെ ഏത് ലോകത്തായിരുന്നു? ഞാൻ പേര് ഇവിടെ തന്നെ വിളിക്കുമ്പോ ഉണ്ട്. പേര് വിളിക്കുമ്പോ പിന്നെ നിനക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയണോ? എല്ലാവരോടും പറയല്ലേ. അൽ ഉമ്മാലു എന്നുള്ളത് എന്താണ്? തൊഴിലാളികൾ, ജോലിക്കാർ. അത് ജംആണ്. ആമിൽ എന്നതിന്റെ ജംആണ് ഉമ്മാൽ. അപ്പൊ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ഫേലിനെ ജംആക്കി പറയണം. അൽ വാലിദാനി, രണ്ടു എന്നല്ല, മാതാപിതാക്കൾ. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എത്ര പേര് വരും? അത് റാസിം പറഞ്ഞേ. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാവും? ഒരാളെ മാതാപിതാക്കൾ. കൊറേ മാതാപിതാക്കള്. ഏ റാസിന്റെ മാതാപിതാക്കൾ എത്ര പേരുണ്ട്? ഒന്ന്. ഒന്നോ? എന്താ? മാതാവും പിതാവും കൂടെ എത്ര പേരുണ്ടാകും? അവരെത്ര പേരായിരിക്കും? രണ്ട്. ആ, നീ പിന്നെ എന്താ നേരത്തെ ഒന്നെന്ന് പറഞ്ഞേ? എല്ലാരെയും ഉറക്കു പോയിണ്. ശരി, റാസിം പറഞ്ഞത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. മാതാവ് ഒന്നും പിതാവ് ഒന്നും, അങ്ങനെ ഓരോന്നാണ് ഉദ്ദേശിച്ചത്. അത് ഒന്നായി പോയതാ. ആദ്യം പറഞ്ഞ കുറെ ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞേ. പോട്ടെ, അത് കുറെ കുട്ടികൾക്ക് കുറെ മാതാപിതാക്കൾ ഉണ്ടാവും, അങ്ങനെ. യെസ്. അൽ വാലിദാനി, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലേക്ക് ചേർത്തി പറഞ്ഞാൽ മതി അല്ലേ? ഉപ്പയും ഉമ്മയും. റബ്ബയൽ ഔലാദ. റബ്ബയാ, അവർ രണ്ടുപേരും വളർത്തി, പോറ്റി വളർത്തി. അൽ ഔലാദ, മക്കളെ പോറ്റി വളർത്തി. അൽ വാലിദാനി രണ്ടുപേരുണ്ട്, അതുകൊണ്ട് റബ്ബ എന്ന മുഫ്രദിനെ റബ്ബയ എന്ന് മുസന്നയാക്കി. അൽ മുസ്ലിമൂന, മുസ്ലിംകൾ ജംആണ്. അപ്പൊ യദ്ഹബൂന ഇലൽ മസ്ജിദ്, അവർ പള്ളിയിലേക്ക് പോകും. അപ്പൊ മുസ്ലിമൂന എന്നത് ജംആയത് കൊണ്ട് യദ്ഹബൂന എന്ന മുളാരിഇനെ ജംആക്കി പറഞ്ഞു. അൽ മുഅല്ലിമൂന, ഉസ്താദുമാർ. കതബു അല സബ്ബൂറ, അവർ ബ്ലാക്ക് ബോർഡിൽ എഴുതി. അവർ ബോർഡിൽ എഴുതി. മുഅല്ലിമൂൻ, ഉസ്താദുമാർ ജംആണ്. അപ്പൊ കതബു എന്ന മാദിയെ ജംആക്കി ഉപയോഗിച്ചു. അപ്പോ ഇതൊക്കെ നമുക്ക് തോന്നുമ്പോ ഇങ്ങനെ മുഫ്രദാക്കുക, തോന്നുമ്പോ മുസന്നയാക്കുക, തോന്നുമ്പോ ജംആക്കുക, അങ്ങനെയല്ല. ഒരു ഫിഇലിന്റെ ഫാഇല് മുഫ്രദാണെങ്കിൽ ഫിഇലിനെ മുഫ്രദ് ആക്കി ഉപയോഗിക്കണം. ഫാഇല് മുസന്നയാണെങ്കിൽ ഫിഇലിനെ മുസന്നയാക്കി ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യേണ്ടി അല്ലേ, അതേ ശരിയാവുള്ളൂ. ഫാഇല് ജംആണെങ്കിൽ ഫിഇലിനെ ജംആക്കി ഉപയോഗിക്കണം. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. ഓക്കെ, ഇനി താഴെയുള്ള പട്ടിക നോക്കാം. ഫതഹ ഫതഹ ഫതഹു, അമില അമില അമിലു, സല്ലമ സല്ലമ സല്ലമു, ഖാല ഖാല ഖാലു, ജാഅ ജാഅ ജാഉ. മാദിയുടെ ഉദാഹരണങ്ങൾ പറഞ്ഞു. മുദാരിയെ നോക്കാം. യഫ്തഹു യഫ്തഹാനി യഫ്തഹൂന, യഅമലു യഅമലാനി യഅമലൂന, യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന, യഖൂലു യഖൂലാനി യഖൂലൂന, യജീഉ യജീആനി യജീഊന. കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പാഠം കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ വായിച്ചു നോക്കി സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. സംശയങ്ങൾ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ചോദിക്കാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.